ഉലകുടയ പെരുമാൾ തമ്പുരാൻ നമോസ്തുതേ. നമസ്തേ സജ്ജനങ്ങളെ, ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം മരുതൻകുഴി ശ്രീ ഉദിയന്നൂർ ദേവീ ക്ഷേത്രത്തിൽ ശ്രീ ഉലകുടയ പെരുമാൾ ഊരോട്ട് മഹോത്സവം 2025 മാർച്ച് 20 മുതൽ 27 വരെ നടക്കുകയുണ്ടായി. അതിൽ 4ാം ഉത്സവ ദിവസം തമ്പുരാന് മുന്നിൽ നടന്ന ഊരോട്ട് പൊങ്കാലയുടെ വിവിധ ദൃശ്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഹരിപ്രിയ പ്രൊഡക്ഷൻസ് ഈ വീഡിയോ ഭക്തിപുരസ്സരം ഭക്തജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. കേരളത്തിലെ അതിപുരാതനമായ ദേവസ്ഥാനങ്ങളിലൊന്നാണ് മരുതൻകുഴി ശ്രീ ഉദിയന്നൂർ ദേവീ ക്ഷേത്രം. ചരിത്രമുറങ്ങുന്ന പരിപാവനമായ മരുതൻകുഴി ഉദിയന്നൂർ പരാശക്തിയുടെ ഭിന്ന രൂപങ്ങളായ ശ്രീഭദ്രയും ശ്രീ ദുർഗയും ഉപദേവന്മാരും ശക്തി ചൈതന്യങ്ങളോടെ വാണരുളുന്നു. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് പ്രാധാന്യമേറിയ ശ്രീ ഉദിയന്നൂർ ദേവീ ക്ഷേത്രത്തിൽ 3 വർഷത്തിലൊരിക്കൽ മീനമാസത്തിൽ ശ്രീ ഉലകുടയ പെരുമാൾ ഊരോട്ട് മഹോത്സവവും തുടർന്ന് മേടമാസത്തിൽ തൃക്കൊടിയേറ്റ് മേടപുണർതം പൊങ്കാല മഹോത്സവവും സമാഗതമാകുന്നു. 2025 മാർച്ച് 20 മുതൽ 27 വരെ ശ്രീ ഉലകുടയ പെരുമാൾ ഊരോട്ട് മഹോത്സവം ഉദിയന്നൂർ ഏലായിലും 2025 ഏപ്രിൽ 29 മുതൽ മെയ് 8 വരെ തൃക്കൊടിയേറ്റ് മേടപുണർതം പൊങ്കാല മഹോത്സവം ഉദിയന്നൂർ സവിധത്തിലും നടക്കുന്നു. 3 വർഷത്തിലൊരിക്കൽ ഊരുകാരിൽ നിന്നും സംഭാവന സ്വരൂപിച്ച് ഹരിതഭംഗിയുണർത്തുന്ന ഉദിയന്നൂർ ഏലായിൽ പച്ചപ്പന്തൽ കെട്ടി ശ്രീ ഉലകുടയ പെരുമാൾ തമ്പുരാനെ കുടിയിരുത്തി ദേവി സപ്തകന്യകമാർ അഷ്ടനാഗങ്ങൾ എന്നീ ദേവതമാരെയും സങ്കല്പിച്ച് പൂർവാചാര വിധിപ്രകാരമുള്ള ചടങ്ങുകളോടെ നടക്കുന്ന ഈ മഹോത്സവത്തിലെ സമസ്ത ചടങ്ങുകളിൽ ദർശന സൗഭാഗ്യത്താലും സജീവ പങ്കാളിത്തത്താലും ശ്രീ ഉദിയന്നൂർ അമ്മയുടെയും ശ്രീ ഉലകുടയ തമ്പുരാൻ്റെയും ഉപദേവന്മാരുടെയും സർവ്വ ഐശ്വര്യ സിദ്ധിക്കായി ഇവിടുത്തെ ഊരോട്ട് മഹോത്സവം നടക്കുകയാണ്. ശ്രീ ഉലകുടയ പെരുമാൾ ഊരോട്ട് ഐതിഹ്യം. പുരാതന കാലത്ത് പാണ്ഡ്യരാജ്യത്ത് മധുരയ്ക്ക് സമീപം വൈഗ എന്നൊരു ചെറിയ രാജ്യം ഭരിച്ചിരുന്നത് നീതിമാനും സത്യസന്ധനും പ്രജാക്ഷേമ തൽപരനുമായ ആദിശേഖര പെരുമാൾ എന്നൊരു രാജാവായിരുന്നു. ഭഗവത് ഭക്തനായ രാജാവിൻ്റെ ഭരണത്തിൽ വൈഗരാജ്യം സത്യവ്രതരും അധ്വാനശീലരും ദാനധർമാദികളിൽ ശ്രദ്ധാലുക്കളുമായിരുന്ന ജനതയുടെ പ്രവർത്തനത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചു. ഇതിൽ അസൂയാലുവായ വിക്രമമന്നൻ പാണ്ഡ്യനായ മധുരമന്നൻ വൈഗരാജാവിനെ പോരിന് വിളിക്കുകയും ഘോരയുദ്ധം നടത്തുകയും ചെയ്യുന്നു. യുദ്ധത്തിൽ വൈഗരാജാവ് പരാജയപ്പെട്ടു എന്നു മാത്രമല്ല, രാജാവും 4 സഹോദരന്മാരും വധിക്കപ്പെടുകയും ചെയ്തു. വൈഗരാജ്യം മധുരമന്നനെ കീഴടങ്ങി. വധിക്കപ്പെട്ട 5 സഹോദരന്മാരുടെ ഏക സഹോദരിയായ മാലമ്മ മാത്രം അവശേഷിക്കുന്നു. ഇത്രയും കഥാഭാഗമാണ് ഉത്സവത്തിൻ്റെ 2ാം ദിവസം രാവിലെയും രാത്രിയുമായി പാടുന്നത്. വൈഗരാജ കുടുംബത്തിൽ അവശേഷിച്ച ബാലികയായ രാജകുമാരിയെ കപ്പം കൊടുത്തു കൊള്ളാമെന്ന വ്യവസ്ഥയിൽ മധുരമന്നൻ സാമന്ത പദവിയിൽ വൈഗയിലെ രാജ്ഞിയാക്കുന്നു. സമർത്ഥനായ മന്ത്രിയുടെ സഹായത്തോടു കൂടി രാജകുമാരി വൈഗ രാജഭരണം തുടരുന്നു. രാജകുമാരിയെ തെങ്കാശിയിലെ രാജാവായ ധർമ്മ പെരുമാളെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ധർമ്മ പെരുമാൾ രാജകുമാരിയോടൊത്ത് വൈഗരാജ്യ ഭരണത്തിൻ്റെ മേൽനോട്ടം വഹിച്ചു വരികയും ചെയ്യുന്നു. ഇത്രയും കഥ 3ാം ദിവസം തമ്പുരാൻ പാട്ടായി സമർപ്പിക്കുന്നു. രാജകുമാരി തൻ്റെ 5 സഹോദരന്മാരെ വധിച്ച മധുരമന്നനോട് പകരം വീട്ടാൻ ധീരവീര പരാക്രമിയായ ഒരു പുത്രനെ ലഭിക്കുന്നതിനായി വൈഗ ഭഗവതിയെ ഭജിക്കുന്നു. ജഗദംബികെ, മഹാമായെ, മഹാകാളി, എൻ്റെ 5 സഹോദരന്മാരെ വധിച്ച മധുരമന്നനോട് പകരം വീട്ടുന്നതിന് തക്ക സാമർഥ്യമുള്ള ഒരു പുത്രനെ തരുമാറാകണമേ എന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ പ്രാർത്ഥന അവിടുന്ന് കൈക്കൊണ്ടാൽ പൊന്നിൻ കൊടിമരവും വെള്ളിയിൽ ആൽത്തറയും പൊന്നോടിനാൽ ശ്രീകോവിലും പുതുക്കിപ്പണിത് ക്ഷേത്രത്തിലെ പൂജാകാര്യങ്ങൾ വിപുലമാക്കി എക്കാലവും നടത്തിക്കൊള്ളാമെന്നും പ്രതിജ്ഞ ചെയ്തു. രാജകുമാരിയുടെ പ്രാർത്ഥനയിൽ അകമലിഞ്ഞു ദേവി പ്രത്യക്ഷപ്പെടുകയും എന്താണ് രാജകുമാരിയുടെ അഭീഷ്ടമെന്ന് ആരായുകയും ചെയ്തു. രാജകുമാരി തൻ്റെ അഭീഷ്ടകാര്യം ദേവീ സന്നിധിയിൽ ഉണർത്തി.
വരം തരുന്നത് എൻ്റെ പിതാവായ ശ്രീ പരമേശ്വരനോട് ആലോചിച്ചു മാത്രമേ നിവൃത്തിയുള്ളൂവെന്നും ഞാൻ കൈലാസത്ത് പോയി വരുന്നതുവരെ ക്ഷേത്രനടയിൽ തന്നെ നിൽക്കണമെന്നും ഉപദേശിച്ച് ദേവി അന്തർധാനം ചെയ്തു. വൈഗദേവി കൈലാസത്തു ചെന്ന് ശ്രീ മഹാദേവനെ വിവരം ധരിപ്പിക്കുകയും ഭഗവാൻ അവിടെ നിന്നും ഒരു പിടി മണ്ണെടുത്ത് ദേവിയെ ഏൽപ്പിച്ച് ഇപ്രകാരം അരുളി ചെയ്തു: ഈ പ്രസാദം ആ ഭക്തയ്ക്ക് നൽകുക. അവൾ എൻ്റെയും നിൻ്റെയും ഭക്തയാണ്. ഈ പ്രസാദം ഭക്ഷിച്ചാൽ അവളുടെ ആഗ്രഹം സാധിക്കും. അവൾക്ക് ജനിക്കുന്ന പുത്രൻ അല്പായുസ് ആയിരിക്കുമെങ്കിലും അവളുടെ അഭീഷ്ടം സാധിക്കും. വൈഗ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ മടങ്ങിയെത്തി പ്രസാദം രാജകുമാരിക്ക് നൽകി. രാജകുമാരി അവിടെ വെച്ചു തന്നെ ഭക്തി ആദരവോടെ പ്രസാദം ഭക്ഷിക്കുകയും ദേവിയെ താണു വണങ്ങി കൊട്ടാരത്തിലെത്തി രാജാവിനെയും മറ്റുള്ളവരെയും വരലബ്ധി അറിയിക്കുകയും ചെയ്തു. താമസം വിനാ രാജകുമാരി ഗർഭവതിയാകുകയും ഗർഭരക്ഷയ്ക്കും സുഖപ്രസവത്തിനും വേണ്ടി മതപരമായ പൊങ്കപ്പാന, ശിവപൂജ, ഭഗവതി സേവ മുതലായ ചടങ്ങുകളും പൂർത്തീകരിച്ചു. ഊരൂട്ടുത്സവത്തിൻ്റെ 4-ാം ദിവസം ഈ കഥാഭാഗം അരങ്ങേറുന്നതിനാലാണ് അന്നേ ദിവസം ഉത്സവപ്പറമ്പിൽ പൊങ്കാല നടത്തുന്നത്. പൊങ്കപ്പാന എന്ന തമ്പുരാൻ പാട്ടിൽ പ്രസ്താവിക്കുന്നത് ഇവിടുത്തെ ദേശീയ ഭാഷയായ പൊങ്കാല എന്ന് അർത്ഥമാക്കുന്നു. കൊല്ലവർഷം 5-ാം ആണ്ട് കന്നിമാസത്തിൽ വെള്ളിയാഴ്ചയും ഉത്രം നക്ഷത്രവും പൂർവപക്ഷ പഞ്ചമയും കൂടിയ ദിവസം ചിങ്ങം രാശിയിൽ ദേവാംശഭൂതനും ശിവശക്തി അനുഗ്രഹം ലഭിച്ചവനുമായ ശ്രീ ഉലകുടയ തമ്പുരാൻ വൈഗരാജ്ഞിയുടെ പുത്രനായി തിരുവവതാരം ചെയ്തു. ഈ വാർത്ത വൈഗരാജ്യം ഒരു ഉത്സവമായി തന്നെ ആഘോഷിച്ചു. തമ്പുരാൻ പാട്ടിൽ 4-ാം ദിവസത്തെ പാട്ട് ഇവിടെ പൂർത്തിയാക്കുന്നു. കുഞ്ഞിൻ്റെ ജാതക നിർണയം, നാമകരണം, 6-ാം മാസത്തിലെ ചോറൂണ്, വിദ്യാഭ്യാസം, കായികാഭ്യാസം എന്നിവ പൂർത്തീകരിക്കുന്നു. കുഞ്ഞിന് ഉലകുടയ പെരുമാൾ എന്ന് പേരിട്ടു. 5-ാം വയസ്സിൽ അക്ഷരാഭ്യാസത്തിനായി കൊട്ടാര ഗുരുക്കന്മാരെ ഏർപ്പെടുത്തി. പുരാണ കഥകളായ നളചരിതം, ഭഗദത്തയുദ്ധം, സന്താനഗോപാലം, രാസക്രീഡ, പഞ്ചതന്ത്ര കഥകൾ, വിദുരവാക്യം മുതലായവ തമ്പുരാൻ ഹൃദ്യസ്ഥമാക്കി. സമർത്ഥന്മാരായ ഗുരുക്കന്മാരിൽ നിന്നും ആയുധാഭ്യാസവും അശ്വാരൂഢ പരിശീലനവും കടൽ യുദ്ധ പരിശീലനവും നേടി. സുശക്തമായ ഒരു നാവികപ്പടയും രൂപീകരിച്ചു. സഹോദരന്മാർ ഇല്ലാത്തതിനാൽ അമ്മയുടെ അനുവാദത്തോടെ അയൽ രാജ്യത്തിലെ രാജകുടുംബങ്ങളിൽ നിന്നും 4 പേരെ ദത്തെടുക്കുകയും അവരെ ഇളയ രാജാക്കന്മാരായി വാഴിക്കുകയും ചെയ്തു. യൗവനദശയിൽ അമ്മയുടെ ആശീർവാദത്തോടെ ചോഴമണ്ഡലത്തിൽ നിന്നും 7 കന്യകമാരെ വിവാഹം കഴിച്ച് രാജകൊട്ടാരത്തിൽ അവരുമായി സസുഖം താമസിച്ചു. താമസിയാതെ കിരീടധാരണം നടത്തി വൈഗരാജ്യത്തിലെ രാജാവായി രാജ്യഭരണം ആരംഭിച്ചു. മാതൃകാപരമായ രാജ്യഭരണം കൊണ്ട് വൈഗരാജ്യം സമൃദ്ധിയിലും സന്തുഷ്ടിയിലും പ്രശോഭിച്ചു. ഇത്രയും കഥാഭാഗം കൊണ്ട് 5-ാം ദിവസത്തെ പാട്ട് പൂർത്തിയാകുന്നു. ശ്രീ ഉലകുടയ പെരുമാളിൻ്റെ ജീവിതോദ്ദേശമായ മധുരമന്നനോട് പകരം വീട്ടുന്നതിനുള്ള സംരംഭങ്ങളും അണിയറ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. അമ്മയുടെ അനുഗ്രഹത്തോടെ കുലദേവതയായ വൈഗ ഭഗവതിയെ ക്ഷേത്രസന്നിധിയിലെത്തി ഭജിച്ചു. ദേവി തമ്പുരാൻ്റെ തപസ്സിൽ മനസ്സലിയുകയും തമ്പുരാൻ്റെ അഭീഷ്ടം ആരായുകയും ചെയ്തു. എൻ്റെ അമ്മാവന്മാരെ കൊല ചെയ്ത മധുരമന്നനോട് യുദ്ധം ചെയ്ത് അവരെ വധിക്കുന്നതിന് ദാരുകനെ നിഗ്രഹിച്ച വാൾ നൽകണം എന്ന് അപേക്ഷിച്ചു. തൻ്റെ പക്കൽ ദാരുകനെ വധിച്ച വാൾ ഇല്ലെന്നും പകരം ചെറിയ ഒരു വാൾ നൽകാമെന്നും ദേവി അരുളി ചെയ്തു. നാന്തകം വാൾ തന്നെ വേണമെന്ന് ശഠിക്കുകയും തൃപ്തനാകാതെ തമ്പുരാൻ തപസ് തുടരുകയും ചെയ്തു. നാന്തകം വാൾ നൽകാൻ നിവൃത്തിയില്ല എന്നും അത് താതൻ്റെ തൃപ്പാദങ്ങൾ സമർപ്പിച്ചു പോയി എന്ന് ദേവി അരുളി ചെയ്തതിനാൽ തമ്പുരാൻ തൻ്റെ ഘോരതപസ് തുടർന്നു. ദേവി പ്രത്യക്ഷയാകാതിരുന്നതിനാൽ കോപാകുലനായ തമ്പുരാൻ തൻ്റെ ആഗ്രഹം സാധിച്ചു തരാൻ ശേഷിയില്ലാത്ത ദേവിയുടെ ക്ഷേത്രം ഇടിച്ചു നിരത്തി കുളം കോരി അതിൽ കുളിച്ചേ താൻ അടങ്ങുകയുള്ളൂ എന്ന ഉഗ്രപ്രതിജ്ഞയോടുകൂടി ക്ഷേത്രം തകർക്കുന്നതിന് ആനകളെ നിയോഗിച്ചു. ആനകൾ ചത്തുമലർന്നു. ദേവി അത്യുഗ്ര സ്വരൂപിണിയായി ആനകളെ കാതിൽ കുണ്ടലങ്ങളായി അണിഞ്ഞും തീജ്വാല ചിതറുന്ന കണ്ണുകൾ ജ്വലിപ്പിച്ചും ദംശങ്ങൾ പുറത്തുകാട്ടിയും സർപ്പസമൂഹങ്ങളെ ആഭരണങ്ങളായി അണിഞ്ഞും കരാള രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് കണ്ട് തമ്പുരാന് യാതൊരു കൂസലും ഉണ്ടായില്ല. ദാരുകനെ വധിച്ച നാന്തകം വാൾ കിട്ടാതെ തൻ്റെ തപസ്സിൽ നിന്നും പിന്മാറില്ലെന്ന് ദേവിയോട് തമ്പുരാൻ ഉണർത്തിച്ചു. ദേവി ഉടനെ കൈലാസത്തിലെത്തി താതനെ കാര്യമുണർത്തിച്ചു. ഉലകുടയ പെരുമാൾ എൻ്റെയും നിൻ്റെയും ഭക്തനാകയാൽ അയാളുടെ അഭീഷ്ടം അനുസരിച്ച് നാന്തകം വാൾ ദേവിയെ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ
ഉലകുടയ പെരുമാളും മധുരമന്നനുമായുള്ള രണ്ടാമത്തെ യുദ്ധത്തിൽ ശിവൻ്റെ ഭൂതപ്പടയും വേടപ്പടയും പടക്കളത്തിൽ ആഗതരാകുമ്പോൾ ദേവി അവിടെ പ്രത്യക്ഷയായി നാന്തകം വാൾ തിരിച്ചു വാങ്ങിക്കൊള്ളണമെന്നും അനന്തരം ഉലകുടയ പെരുമാൾ മധുര ക്ഷേത്ര സന്നിധിയിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നും ശ്രീ പരമേശ്വരൻ മുന്നറിയിപ്പ് നൽകി. ഉടൻ തന്നെ ദേവി വൈഗക്ഷേത്രത്തിലെത്തുകയും ദേവി ചോദിക്കുന്ന സമയം നാന്തകം വാൾ തിരികെ ഏൽപ്പിക്കാമെന്ന് സത്യം ചെയ്യിച്ച് തമ്പുരാന് വാൾ നൽകി. ദേവിയോട് മാപ്പിരന്ന് നിരവധി പൂജകൾ നടത്തി ദേവീ പ്രീതി നേടി ജീവൻ നഷ്ടപ്പെട്ട ആനകളെ ദേവി പുനർജീവിപ്പിക്കുകയും തമ്പുരാനെ അനുഗ്രഹിച്ച് കൊട്ടാരത്തിലേക്ക് യാത്രയാക്കുകയും ചെയ്തു. നാന്തകം വാൾ ഏറ്റുവാങ്ങിയ ഉലകുടയ തമ്പുരാൻ തൻ്റെ സൈന്യത്തെ സജ്ജീകരിച്ച് വൻപടയോടെ ചെന്ന് മധുര രാജാവിനെ യുദ്ധത്തിന് വിളിച്ചു. ഈ സമയം പ്രകൃതി ശോഭിച്ചു. വൈഗ നദി കരകവിഞ്ഞൊഴുകി. പാലം ഒഴുക്കിൽപ്പെട്ട് നശിച്ചു. യാത്രാവഴികളെല്ലാം പുനർക്രമീകരിച്ച് ഉലകുടയ പെരുമാൾ മധുരമന്നൻ്റെ രാജ്യത്ത് പ്രവേശിച്ചു. ഘോരയുദ്ധം ആരംഭിക്കുകയും മധുരമന്നൻ്റെ 6 സഹോദരങ്ങളും വധിക്കപ്പെടുകയും ചെയ്തു. ഭയപ്പെട്ടോടിയ മധുര രാജാവ് മലയിൽ ഒളിച്ചു. 12 വർഷക്കാലം രാജാവ് അജ്ഞാതവാസം അനുഭവിച്ചു. ഇത്രയും കഥ ചൊല്ലി 6-ാം ദിവസത്തെ തമ്പുരാൻ പാട്ട് അവസാനിപ്പിക്കുന്നു. 12 സംവത്സരക്കാലം വൈഗയും മധുരയും ചേർന്ന വിസ്തൃത സാമ്രാജ്യം ഉലകുടയ പെരുമാൾ നീതിനിഷ്ഠയോടെ ആദർശപരമായി ഭരിച്ചു. ഒരു വ്യാഴവട്ടക്കാലം ശ്രീ പരമേശ്വരനെ പ്രീതിപ്പെടുത്തുന്നതിന് പൂജയിൽ മുഴുകിയ മധുരമന്നനെ ശിവപ്രീതി ലഭിക്കുകയും ശിവപ്രസാദത്താൽ ലഭിച്ച വേടപ്പടയുമായി ഉലകുടയ പെരുമാളിൽ നിന്ന് തൻ്റെ രാജ്യം വീണ്ടെടുക്കുന്നതിന് യുദ്ധത്തിന് പുറപ്പെടാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. 2-ാം യുദ്ധത്തിന് മുമ്പ് പരമശിവൻ ഉലകുടയ പെരുമാളിന് സ്വപ്ന ദർശനം നൽകുകയും അമ്മാവന്മാരെ വധിച്ചതിന് പകരം മധുര രാജാവിൻ്റെ സഹോദരന്മാരെ വധിച്ച് പകരം വീട്ടിയതിനാൽ ഇനിയും മധുരയിൽ താമസിക്കാതെ വൈഗരാജ്യത്തേക്ക് മടങ്ങണമെന്ന് ഉപദേശിച്ചു. നിർബന്ധ ബുദ്ധിയായ തമ്പുരാൻ ശ്രീ പരമേശ്വരൻ്റെ താക്കീതും തമ്പിമാരുടെ ഉപദേശവും അവഗണിക്കുകയും എന്തു വന്നാലും മധുര വിടുകയില്ലെന്ന് ചടിക്കുകയും മധുരമന്നൻ പടയ്ക്ക് വന്നാൽ എതിർത്ത് യുദ്ധം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ശിവപ്രസാദത്താൽ ലഭിച്ച വേടപ്പടയുടെ സഹായത്തോടുകൂടി മധുരമന്നൻ ഉലകുടയ പെരുമാളിനെ നേരിടുന്നു. യുദ്ധാരംഭത്തിൽ മധുരമന്നന് തിരിച്ചടിയും ഉലകുടയ പെരുമാളിന് ചെറിയ വിജയവും ഉണ്ടാകുന്നു. ശിവാജ്ഞയനുസരിച്ച് ഭൂതഗണങ്ങളും മധുരമന്നൻ്റെ പക്ഷം ചേർന്ന് ഘോരയുദ്ധം ആരംഭിക്കുന്നു. ഭൂതപ്പടയോടൊത്ത് ശ്രീ ഭദ്രകാളി പോർക്കളത്തിൽ പ്രത്യക്ഷയാകുകയും ഉലകുടയ പെരുമാളുടെ കയ്യിൽ നിന്നും നാന്തകം വാൾ തിരികെ വാങ്ങി അപ്രത്യക്ഷയാകുന്നു. നാന്തകം വാൾ നഷ്ടപ്പെട്ട ഉലകുടയ പെരുമാളിനെ യുദ്ധത്തിൽ എതിർത്തു നിൽക്കാനുള്ള ശക്തി ക്ഷയിക്കുകയും പൗരുഷമൂർത്തിയായ തമ്പുരാൻ തോൽവി സമ്മതിച്ച് കീഴടങ്ങാതെ ശിവക്ഷേത്ര സന്നിധിയിലെത്തി തൻ്റെ സഹോദരന്മാരോടൊത്ത് ആത്മഹത്യ ചെയ്ത് വീരസ്വർഗം പ്രാപിക്കാൻ ഒരുങ്ങുന്നു. ശിവപാർവതി വരപ്രസാദത്താൽ ജന്മമെടുത്ത് ധീരനും ദൃഢനിശ്ചയം കൊണ്ട് ദേവീ ദേവന്മാരെ പോലും വിഭ്രമിപ്പിച്ച പൗരുഷശാലിയായ ശ്രീ ഉലകുടയ പെരുമാൾ പരംധാമത്തിൽ ലയിക്കുന്നു. 7-ാം ഉത്സവ ദിവസം പകലും രാത്രിയും കൊണ്ട് ശ്രീ ഉലകുടയ പെരുമാളിൻ്റെ വീരേതിഹാസ കഥാഭാഗങ്ങൾ പാടി തമ്പുരാൻ പാട്ട് പൂർത്തിയാക്കുന്നു. 7-ാം ദിവസം വൈകുന്നേരം പടയണി നിലത്തിൽ നിന്നും താലപ്പൊലി അകമ്പടിയോടെ ആരംഭിക്കുന്ന പുറപ്പാട് ശ്രീ പരമേശ്വരൻ്റെ വേടപ്പടയെയും ഭൂതപ്പടയെയും ഉദ്ദേശിച്ചുള്ളതാണ്. രാത്രി പടപ്പുറപ്പാട് ചടങ്ങോടെ കമ്പം കത്തിക്കുന്നത് വേടപ്പട ശ്രീ ഉലകുടയ പെരുമാളിൻ്റെ കോട്ടകൊത്തളങ്ങൾ നശിപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണ്. 8-ാം ദിവസം രാവിലെയുള്ള കുരുതി, കൊടിയിറക്ക്, പീഠം തിരിച്ചെഴുന്നള്ളിപ്പ് ഇവ കഴിയുന്നതോടുകൂടി ശ്രീ ഉലകുടയ പെരുമാൾ ഊരൂട്ടുത്സവം പര്യവസാനിക്കുന്നു. ഊരൂട്ടുത്സവം കഴിഞ്ഞ് 7-ാം ദിവസം ക്ഷേത്രത്തിൽ കുരുതർപ്പണം നടത്തി പൂജാവിധികൾ സമാപിക്കുന്നു. ശ്രീ ഭദ്രകാളി ശിവൻ്റെ തൃക്കണ്ണിൽ നിന്നും ഉത്ഭവിക്കുന്നു. ശ്രീ ഉലകുടയ തമ്പുരാൻ ശിവപെരുമാൾ അനുഗ്രഹിച്ചു കൊടുത്ത പ്രസാദം ഭക്ഷിച്ച് വൈഗരാജ്ഞിയുടെ പുത്രനായി ജനിക്കുന്നു. അതുകൊണ്ട് ശ്രീ ഭദ്രകാളിയുടെ സഹോദര സ്ഥാനികനായി ശ്രീ ഉലകുടയ തമ്പുരാനെ ആരാധിക്കുന്നു. ശ്രീ ഭദ്രകാളി പല കുടുംബങ്ങൾക്കും പരദേവതയാണെങ്കിൽ ശ്രീ ഉലകുടയ തമ്പുരാനെ ദേശദേവതയായി പല ദേശങ്ങളിലും പൂജിച്ച് ആരാധിക്കുന്നു. ശ്രീ ഉലകുടയ തമ്പുരാന് ശ്രീ ഉദിയന്നൂർ ദേവീ ക്ഷേത്രത്തിൽ പ്രത്യേക പ്രതിഷ്ഠ ഇല്ല.
ക്ഷേത്രത്തിനകത്ത് തമ്പുരാന് ഒരു ഉപദേവതാ സ്ഥാനം നൽകി നിത്യവും പൂജ നടത്തി ആരാധിക്കുന്നു. ക്ഷേത്രത്തിലെ ഒരു പ്രധാന ഉത്സവമായി ക്ഷേത്രത്തിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള പച്ചപ്പ് നിറഞ്ഞ പ്രകൃതിരമണീയമായ വയലിൽ പച്ചപ്പന്തൽ കെട്ടി കുടിയിരുത്തി ശ്രീ ഉലകുടയ പെരുമാൾ ഊരൂട്ട് മഹോത്സവം ആഘോഷിക്കുന്നു. ദേവാംശം പ്രാപിച്ച തമ്പുരാന് 1-ാം ദിനം മുതൽ ഊട്ടുപാട്ടും തുടർന്ന് 2-ാം ദിനം മുതൽ തമ്പുരാൻ്റെ സമ്പൂർണ്ണ കഥാഭാഗം തമ്പുരാൻ പാട്ടായി സമർപ്പിച്ച് പ്രസാദിക്കുന്ന ഭക്തർക്കും ഉത്സവത്തിനായി മുടിപ്പുര, പന്തക്കാൽ, കൊടിമരം, പാട്ടുപുര, ദേവീകമ്പം, തമ്പുരാൻ കമ്പം, കരക്കാരുടെ നേർച്ച കമ്പങ്ങൾ, വിശേഷാൽ പൂജ, മഹാപടുക്ക പൂജ, കുടുംബ പടുക്ക പൂജ, അന്നദാനം, കുരുതർപ്പണം ഇത്യാദിയും വിവിധ നേർച്ചകൾ നടത്തി പ്രാർത്ഥിച്ച് പ്രസാദിപ്പിക്കുന്നവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിക്കുമെന്ന് വിശ്വസിച്ചു പോരുന്നു. താലപ്പൊലി പടപ്പുറപ്പാട്. ശ്രീ ഉലകുടയ പെരുമാൾ ഊരൂട്ട് മഹോത്സവത്തിൻ്റെ പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് താലപ്പൊലിയും പടപ്പുറപ്പാടും. മധുര മന്നനുമായുള്ള യുദ്ധത്തിൻ്റെ അനുസ്മരണകളാണ് പടചമയൽ, പടപ്പുറപ്പാട്, കമ്പം കത്തിക്കൽ എന്നീ ചടങ്ങുകൾ. 7-ാം ദിവസം വൈകുന്നേരത്തെ പടപ്പുറപ്പാട് ശിവൻ്റെ വേടപ്പട, ഭൂതപ്പട, അഷ്ടദിക്പാലകർ എന്നിവരുടെ പ്രതീകങ്ങളാണ്. ബാലികമാരുടെ താലപ്പൊലിയും വാദ്യഘോഷങ്ങളും പടപ്പുറപ്പാടിനെ അകമ്പടി സേവിക്കുന്നു. ആന, കുതിര തുടങ്ങിയ വേഷങ്ങൾ തമ്പുരാൻ്റെ പടയെ അനുസ്മരിക്കുന്നു. അന്നേ ദിവസം വൈകുന്നേരം 4:30 ക്ഷേത്രം വക പടയണി നിലത്തിൽ നിന്നും ഊരുട്ട് പറമ്പിലേക്ക് താലപ്പൊലിയും പടയും പുറപ്പെടുന്നു. മുളയും ഓലയും കൊണ്ടുണ്ടാക്കുന്ന കമ്പം കോട്ടക്കൊത്തളങ്ങളുടെ പ്രതിരൂപമാണ്. മധുരാപുരി കത്തി ജ്വലിക്കുന്നതിൻ്റെ ആവർത്തനമാണ് കമ്പം കത്തിക്കൽ. കരക്കാർ അവരുടെ നിലങ്ങളിലോ പറമ്പുകളിലോ നേർച്ച കമ്പങ്ങൾ കെട്ടുന്നു. ഇതുകൂടാതെ ഉത്സവപ്പറമ്പിന് സമീപം ശ്രീകോവിലിന് അഭിമുഖമായി തമ്പുരാൻ കമ്പവും ദേവീ കമ്പവും ദേവസ്വം നേരിട്ട് നേർച്ചയായി കെട്ടുന്നു. ഇവയിൽ തമ്പുരാൻ കമ്പമാണ് ഏറ്റവും ഒടുവിൽ കത്തിക്കുന്നത്. അതിന് തൊട്ടു മുൻപ് ദേവീ കമ്പം കത്തിക്കുന്നു. ഇത്തരം അത്യപൂർവമായ ചടങ്ങുകൾ ദർശിക്കുവാൻ ഒരുപക്ഷെ തെക്കൻ കേരളത്തിൽ അനന്തപുരിയിലെ മരുതൻകുഴി ശ്രീ ഉദയനൂർ ദേവി ക്ഷേത്രത്തിൽ 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ശ്രീ ഉലകുടയ പെരുമാൾ ഊരൂട്ട് മഹോത്സവത്തിന് മാത്രമേ അവസരമുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. ഇത്രയും ഭക്തിനിർഭരമായും വിവിധ തരത്തിലുള്ള ആചാരങ്ങളോടും കൂടി നടക്കുന്ന ഊരൂട്ട് മഹോത്സവത്തിൽ പങ്കാളികളായി ശ്രീ ഉലകുടയ തമ്പുരാൻ്റെ അനുഗ്രഹ ആശീർവാദം ലഭിക്കുമാറാകട്ടെ എന്നും ഈ ഭക്തിനിർഭരമായ പൊങ്കാലയുടെ വീഡിയോ ഈ ദേശത്തും മറ്റു ദേശത്തുള്ളവർക്കും എത്തിക്കുന്നത് വഴി നിങ്ങൾ ഓരോരുത്തർക്കും തമ്പുരാൻ്റെ അനുഗ്രഹ കൃപാകടാക്ഷം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അമ്മ തന്നെ അഭയം എന്ന ദിവ്യവാക്യം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. മറ്റൊരു ക്ഷേത്രവിശേഷവുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഹരിപ്രിയ പ്രൊഡക്ഷൻസിന് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ. നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.
എല്ലാവർക്കും ഊരൂട്ട് മഹോത്സവത്തിൻ്റെ ഉത്സവാശംസകൾ. പൂശടി കിട്ടും കിട്ടും Cembol mana tidur tanggaya ulangan batiawa oh jamore jadi bugali jadi padayani ada tangga jawa di wana gotoru mai ഉരിയന്നൂരമ്മയുടെ നാമത്തിൽ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. സ്റ്റാറാക്കാൻ